ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നാടൻ തക്കാളിക്കറിയാണ്. അതിനായി എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നമുക്ക് നോക്കാം. 4 തക്കാളി തൊലി കളഞ്ഞരിഞ്ഞത്, അരക്കപ്പുള്ളി, അരമുറി തേങ്ങ ചിരകിയത്, കറിവേപ്പില, ഉപ്പ്, 2 പച്ചമുളക്, കടുക്, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് ചീനച്ചട്ടിയിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് ഉള്ളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളമായി പോകരുത്, അത് നികന്ന് നിൽക്കുന്ന രീതിയിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇനി നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ഒരു തണ്ട് കറിവേപ്പില, 2 പച്ചമുളക്, ഇത് കീറിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, എല്ലാം ഓരോ സ്പൂൺ വീതം മതിയേ, മുളക് പൊടി. ഇത് ചേർത്ത് നമുക്ക് അടച്ചു വെക്കാം. ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കാവേ. ഇതൊരു 15 മിനിറ്റോളം നമ്മൾ നന്നായിട്ട് വേവിച്ചിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് ഇത് യോജിച്ച് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്കെടുക്കാം. ഇതിലേക്ക് 1 സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാവേ. നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം. ഇത് നമ്മൾ തിളയ്ക്കുന്ന രീതിയിൽ വെച്ചുകൊണ്ടിരിക്കരുത്. ഒന്ന് ചൂടായതിനു ശേഷം നമുക്കിത് വാങ്ങി വെക്കാവുന്നതാണ്. ഇനി നമുക്കൊരു ചീനിച്ചട്ടിയിൽ അടുപ്പിൽ വെക്കാം. അതിലേക്ക് കുറച്ച് എണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ചൂടായി വന്ന ശേഷം കുറച്ച് കടുക്, 2-3 വറ്റൽമുളക് നമ്മൾ മുറിച്ച് വെച്ചിട്ടുണ്ട്, അതും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കറിവേപ്പില 2-3 തണ്ട്. ഇത് നമുക്ക് താളിച്ച് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നമ്മുടെ കറി തയ്യാറായി കഴിഞ്ഞു. വളരെ എളുപ്പം ചെയ്തെടുക്കാവുന്ന ഒരു കറിയാണ്. നല്ല കറിയുമാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.